അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം വിഷമങ്ങൾ വരുന്നതെന്ന്? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്? കടബാധ്യതകൾ, രോഗങ്ങൾ, മാനസിക വിഷമങ്ങൾ ഇതുകൊണ്ട് തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹു തൻ്റെ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെയും ജീവിതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്ന നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന 5 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. തീർച്ചയായും നിങ്ങളുടെ മനസ്സിന് ഇത് വലിയൊരു ആശ്വാസമാകും. ആദ്യത്തെ കാര്യം തവക്കുൽ അഥവാ അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ത്വലാഖിൽ അള്ളാഹു പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു മാത്രം മതി. നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. നമ്മളെക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന റബ്ബ് നമുക്ക് ഒരിക്കലും മോശമായത് തരില്ല എന്ന ചിന്തയാണ് തവക്കുൽ. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാർ ആണ്. നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങൾക്കും കാരണം നമ്മളറിയാതെ ചെയ്തു പോയ പാപങ്ങളാകാം. അനസ് ബസീർ റളിയല്ലാഹുവിനോട് ഒരാൾ വന്ന് തൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇസ്തിഗ്ഫാർ ചെയ്യുക. മറ്റൊരാൾ വന്ന് മക്കളില്ലാത്ത വിഷമം പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു, നീ അള്ളാഹുവോട് പാപമോചനം തേടുക. അതേ സുഹൃത്തുക്കളെ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ അധികരിപ്പിച്ചു പറയുമ്പോൾ നമ്മുടെ റിസ്ക്, ഉപജീവനം വർദ്ധിക്കുമെന്നും വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു വഴി തുറക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ പ്രാർത്ഥന സമയം മുഴുവൻ അങ്ങേക്കുള്ള സ്വലാത്താക്കിയാൽ എന്താണ് ലഭിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിന്റെ ദുഃഖങ്ങൾക്കെല്ലാം അത് മതിയാകും. തൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ ടെൻഷനുകളും സങ്കടങ്ങളും മാറാൻ ദിവസവും കുറഞ്ഞത് ഒരു 100 സ്വലാത്തെങ്കിലും ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം. നാലാമത്തേതാണ് സബർ അഥവാ ക്ഷമയാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ദുരന്തങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ആഹ്ലാദത്തിൽ തന്നെ ക്ഷമിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ഓർക്കുക, പ്രവാചകന്മാർക്കേക്കാൾ കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ആരുമില്ല ഈ ദുനിയാവിൽ. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു നമ്മളെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ പദവികൾ പരലോകത്ത് ഉയർത്താൻ വേണ്ടിയാണ്. അവസാനമായി അഞ്ചാമത്തത്, ഏറ്റവും ശക്തമായ ആയുധം, അത് ദുആ ആണ്. അള്ളാഹുവിനോട് ചോദിക്കാൻ മടിക്കരുത്. രാത്രിയിലെ അവസാന യാമങ്ങളിൽ തഹജ്ജുദ് നമസ്കാരത്തിൽ കണ്ണീരൊഴുകി റബ്ബിനോട് ചോദിക്കുക. അള്ളാഹു പറയും, എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം നൽകാം. അള്ളാഹു ഉത്തരം നൽകാത്ത ഒരു ദുആയും ഇല്ല. ഒന്നെങ്കിൽ ഈ ദുനിയാവിൽ തരും, അല്ലെങ്കിൽ പരലോകത്തേക്ക് മാറ്റിവെക്കും. അതുമല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു വിപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നിരാശപ്പെടരുത്. അള്ളാഹുവിലേക്ക് മടങ്ങുക. ഈ 5 കാര്യങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.
നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് നന്മ പ്രചരിപ്പിക്കാൻ പങ്കാളിയാവുക. ഇത്തരം കൂടുതൽ ഇസ്ലാമിക അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.